ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹലികർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ ചാപ്റ്റർ 81 തൊട്ട് 90 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പെട്ട കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ഒരു ആന്റി മോൺസ്റ്റർ ജപ്പാനിലെ ഒരു ഐലൻഡിലേക്ക് കയറുന്നിടത്താണ് ചാപ്റ്റർ 80 അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 81 തുടക്കത്തിൽ ജപ്പാനിലെ അതേ ഐലൻഡിലുള്ള 2 ഹണ്ടേഴ്സിനെയാണ് ആദ്യം കാണിക്കുന്നത്. ഇത് ജപ്പാനിലെ ഒരു റിമോട്ട് ഐലൻഡ് ആയതുകൊണ്ട് എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായാൽ പുറത്തു നിന്നും ഹണ്ടേഴ്സ് വരാൻ 3 ദിവസം പിടിക്കും. ആ ഐലൻഡിൽ ആകെയുള്ള 2 ഹണ്ടേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. ഈ 2 ഹണ്ടേഴ്സും പെട്രോളിങ്ങിന് ഇറങ്ങി ബീച്ചിന്റെ അടുത്തെത്തിയപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആന്റി മോൺസ്റ്ററിനെ ഇവർ കണ്ടുമുട്ടി. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് ഡഞ്ചന്റെ ഉള്ളിൽ കയറിയ ജിൻവു തന്റെ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ ക്വസ്റ്റിന്റെ ഇടയിൽ തന്റെ ആർമിയെ ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടത് ണ്ടെന്ന് മനസ്സിലാക്കിയ ജിൻവു തന്റെ ആർമിയെ 6 ടീമുകളാക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് തസ്ക്, ഇഗ്രസ്, അയൺ, ടാങ്ക്, ഹൈയോർക്ക് എ, ഹൈയോർക്ക് ബി എന്നിവരെ അതിന്റെ ലീഡേഴ്സുമാക്കി. ശേഷം ജിൻവു ഇവരോട് എനിമീസിനെ കണ്ടെത്തി കൊല്ലാനും എൻട്രി പെർമിറ്റ് കണ്ടെത്തിയാൽ തന്നെ വിവരം അറിയിക്കാനും ആവശ്യപ്പെട്ടു. അങ്ങനെ 2 ദിവസം കൊണ്ട് ജിൻവു 80ാമത്തെ ഫ്ലോറിലെത്തി. അതിന്റെ ഒപ്പം അവന്റെയും അവന്റെ ആർമിയുടെയും ലെവല് നല്ല രീതിക്ക് ഇൻക്രീസ് ആയി. ഈ സമയത്ത് ദൂരെ എവിടെയോ തന്റെ ഷാഡോ ആർമിയെ തോൽപ്പിക്കാൻ കഴിവുള്ളൊരു മാന ജിൻവു സെൻസ് ചെയ്തു. ശേഷം തസ്കിന്റെ ടീമിനെ ഫോളോ ചെയ്ത് ചെന്ന ജിൻവു ആ മാനയുടെ ഉറവിടം കണ്ടെത്തി. അതൊരു ഡീമൺ നോബിളും അയാളുടെ 3 നൈറ്റുകളുമാണ്. അവർ തസ്കിന്റെ ഫോഴ്സിനെ തോൽപ്പിച്ച് ജിൻവുവിനെ ആക്രമിക്കാൻ നോക്കിയെങ്കിലും ജിൻവു ഓരോന്നായി നൈറ്റുകളെയും അവസാനം നോബിളിനെയും കീഴ്പ്പെടുത്തി. ശേഷം ജിൻവു ആ നോബിളിനെ കൊല്ലാനായിട്ട് അതിന്റെ കഴുത്തിൽ പിടിച്ചപ്പോഴാണ് ആ മുഖംമൂടിക്ക് പിന്നിൽ ഒരു പെൺകുട്ടിയാണെന്ന് ജിൻവു മനസ്സിലാക്കിയത്. അവൾക്ക് മനുഷ്യരുടെ ഭാഷ മനസ്സിലാകുമെന്ന് തിരിച്ചറിഞ്ഞ ജിൻവു അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ആദ്യം തോൽവി സമ്മതിച്ച അവള് വീണ്ടും ജിൻവുവിനെ ആക്രമിക്കാൻ നോക്കി. എന്നാൽ തസ്ക് അത് തടഞ്ഞതോടെ തന്റെ പ്ലാൻ വീണ്ടും ചീറ്റിയെന്ന് കണ്ട അവള് വീണ്ടും മാപ്പ് ഒഴിച്ചു. അതോടെ ഇപ്രാവശ്യം ജിൻവു എൻട്രി പാസ് തന്നാൽ അവളെ വെറുതെ വിടാമെന്ന് സമ്മതിച്ചു. അത് അവളുടെ ക്ലാൻ ബേസിലാണുള്ളതെന്ന് അറിഞ്ഞ ജിൻവു അവളെയും കൊണ്ട് അവളുടെ ക്ലാനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ബ്ലഡ് ലസ്റ്റ് വെച്ച് അവൾ തന്നെ വീണ്ടും പറ്റിക്കില്ല എന്ന് ജിൻവു ഉറപ്പുവരുത്തി. ഇതേ സമയം ജപ്പാനിലെ ഐലൻഡിലെ ആ ആന്റി മോൺസ്റ്റർ തന്റെ കണ്ണിൽ കണ്ടവരെയൊക്കെ കൊന്നു നിന്നിട്ട് എങ്ങോട്ടോ പറന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്. ശേഷം ഡഞ്ചന്റെ അകത്ത് ജിൻവു തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഡീമൺ വംശത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ പേര് ലേഡി ഈസിൽ എന്നാണെന്നും അവളുടെ ക്ലാന്റെ പേര് റാബർ എന്നാണെന്നും അവൻ മനസ്സിലാക്കി. അതിന്റെ ഒപ്പം ഡഞ്ചനിലെ മോൺസ്റ്റേഴ്സും ഗേറ്റിലെ മോൺസ്റ്റേഴ്സും ഡിഫറന്റ് ആണെന്നും ഇവർക്ക് കിൽ ദ ഹ്യൂമൻസിന് പകരം പ്രൊട്ടക്ട് ദ ഏരിയ എന്നാണ് കേൾക്കുന്നതെന്നും ഇവർ ഡീമൺ വേൾഡിൽ ജീവിച്ചവരാണ്, പെട്ടെന്ന് ഇവിടേക്ക് ടെലിപ്പോർട്ട് ആയതിനു ശേഷമാണ് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയതെന്നും ജിൻവു മനസ്സിലാക്കി. ഇതൊക്കെ ലേഡി ഏസിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ഗ്ലിച്ച് സംഭവിച്ച് വി വെയർ പ്രിപ്പയറിംഗ് ഫോർ വാർ എന്നും ഒരു പവർഫുൾ ആയ എനിമിയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ ഡീമൺസും ഒന്നിച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് ആ ഗ്ലിച്ച് അവസാനിച്ചു. ഗ്ലിച്ച് പൂർണ്ണമായിട്ടും അവസാനിക്കുന്നതിന് മുമ്പ് ആരാണ് ആ എനിമി എന്ന് ജിൻവു ചോദിച്ചെങ്കിലും അതിനുത്തരം കിട്ടുന്നതിന് മുമ്പേ ലേഡി ഏസിൽ ബോധം കെട്ട് വീണു. ഈ സമയത്ത് ഡഞ്ചന്റെ വെളിയിൽ ജപ്പാനിലെ ആ മോൺസ്റ്റർ മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് അവിടുത്തെ ഹണ്ടേഴ്സിനെ കൊല്ലുന്നതും അതിനെ കുറച്ച് ഹണ്ടേഴ്സ് കീഴ്പ്പെടുത്തിയതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞ് ആ ഫൂട്ടേജ് ഹണ്ടേഴ്സ് അസോസിയേഷന് കിട്ടുന്നതും കാണിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം ഹണ്ടേഴ്സ് സൊസൈറ്റിയിൽ കൊറിയയെക്കാളും അഡ്വാൻസ്ഡ് ആയ ജപ്പാൻ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എങ്കിൽ പിന്നെ കൊറിയ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വൂജിൻ ചുള്ള് ഗൺഹിയോട് ഈ വിഷയത്തിൽ കൊറിയയെ സഹായിക്കാൻ ഡോങ്സു തയ്യാറാണെന്ന് വിളിച്ചു പറഞ്ഞ കാര്യവും പറയുന്നുണ്ട്. ഈ സമയത്ത് ഡഞ്ചന്റെ ഉള്ളിൽ എയ്സലിന് ബോധം തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ജിൻവു ഒരു കൂട്ടം മോൺസ്റ്റേഴ്സിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നതാണ്. ഇത് ജിൻവു അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന് കരുതിയ എയ്സല് അവനെയും കൊണ്ട് നേരെ ഡീമൺ കാസ്റ്റിലേക്ക് പോയി അവളുടെ അച്ഛന്റെ മുന്നിൽ അവനെ എത്തിച്ചു. അവനെ കണ്ടപ്പോൾ തന്നെ അവന്റെ ഷാഡോയിൽ ആയിരക്കണക്കിന് സോൾജേഴ്സ് ഉള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. അതോടെ റൂമിൽ ഉണ്ടായിരുന്ന സോൾജേഴ്സ് ജിൻവുവിന് നേരെ വാളെടുത്തെങ്കിലും ജിൻവു തനിക്ക് എൻട്രി പാസ് തരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സമാധാനമായി പിരിയാമെന്ന് അയാളോട് പറഞ്ഞു. 20 നോബൽ ക്ലാൻസിൽ റാബർ ക്ലാന് ഏറ്റവും ലോസ്റ്റ് ആയതുകൊണ്ട് എയ്സലിന്റെ അച്ഛൻ ജിൻവുവുമായിട്ട് സമാധാനത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അതോടെ ജിൻവു ഡിമാൻഡ് ചെയ്തതുപോലെ ക്ലാൻ പാസും ഗൈഡായിട്ട് എയ്സലിനെയും അയാൾ വിട്ടു നൽകി. ശേഷം ജിൻവുവും എയ്സലും ഒന്നിച്ച് ബാക്കി ക്ലാൻ പാസുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ശേഷം ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ഹെഡ് ഓഫീസിൽ ഗൺഹി ഒരു നാഷണൽ ലെവൽ ഹണ്ടറിനോട് ജിൻവുവിനെ കുറിച്ചും അതുപോലെ ഡോങ്സുവിനെ കൊറിയയിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ശേഷം ഡഞ്ചന്റെ ഉള്ളിൽ ഗറാഷി ക്ലാനിനെ ആക്രമിച്ച് ജിൻവു കീഴ്പ്പെടുത്തിയതോടെ ഇഗ്രസും ടാങ്കും മാക്സ് ലെവലിലെത്തി. അതോടെ ജിൻവു ഇവരെ റാങ്ക് അപ്പ് ചെയ്ത് ഇഗ്രസിനെ എലൈറ്റ് നൈറ്റും ടാങ്കിനെ നൈറ്റുമാക്കി. ശേഷം ജിൻവു എയ്സലിനോട് 90ാമത്തെ ഫ്ലോറിന് മുകളിലോട്ടുള്ള ഹൈ റാങ്ക് ക്ലാനുകളെ കുറിച്ചും അല്ലാത്ത മറ്റു ചില കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. 90ാമത്തെ ഫ്ലോറിന് ശേഷം അങ്ങോട്ടുള്ള ഫ്ലോറിലെ മോൺസ്റ്റേഴ്സ് എല്ലാവരും കേട്ടതുപോലെ പവർഫുൾ ആണെങ്കിലും ജിൻവു അതിനെയെല്ലാം തോൽപ്പിച്ച് 97ാമത്തെ ഫ്ലോറിലെത്തി. ശേഷം
ജിൻവു എയ്സിലിനെ അവളുടെ സ്ഥലത്തേക്ക് തിരിച്ചയക്കാൻ നോക്കിയെങ്കിലും അവൾ അവന്റെ ഒപ്പം യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് USA ഹണ്ടറിന് ശേഷം കോട്ടോ റിയൂജി എന്ന ജപ്പാനിലെ എസ് റാങ്കർ ഗൻഹിയെ കാണാൻ വന്നിരിക്കുന്നതാണ്. അയാൾക്ക് വേണ്ടി ട്രാൻസ്ലേറ്റർ ആയിട്ട് ഹനകാവ എന്ന പെൺകുട്ടിയും അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന പ്രശ്നങ്ങൾ കാരണം സൗത്ത് കൊറിയയ്ക്ക് ഫുൾ ഫ്ലെഡ്ജ് സപ്പോർട്ട് തരാൻ ജപ്പാൻ തയ്യാറാണെന്നും ഈ ആന്റി മോൺസ്റ്റേഴ്സിന് ഒരു വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഒരു എസ് റാങ്കേഴ്സിന്റെ അലൈൻഡ് ഫോഴ്സ് വെച്ച് ആന്റ് ക്വീനെ കൊല്ലാനാണ് ഇപ്പോൾ ജപ്പാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും കോട്ടോ റിയൂജി ഗൻഹിയെ അറിയിച്ചു. കേൾക്കാൻ സിമ്പിൾ ആണെങ്കിലും ഇതത്ര ഈസിയായ ടാസ്ക് അല്ല. ഒരു ആന്റി ക്വീന് 1000 ആന്റ് മോൺസ്റ്റേഴ്സിന് തുല്യമാണ്. കോട്ടോ റിയൂജിയുടെ ക്ലാനിലെ അയാളടങ്ങുന്ന 10 എസ് റാങ്കേഴ്സ് ഈ മിഷന് തയ്യാറാണ്. ഇവർ ആന്റ് മോൺസ്റ്റേഴ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ കൊറിയൻ ഹണ്ടേഴ്സ് ആന്റ് ക്വീനെ തീർക്കണം. ഇത്രയൊക്കെ കോട്ടോ റിയൂജി പറയുമ്പോഴും ഗൻഹിക്ക് അറിയാം 8 എസ് റാങ്കേഴ്സ് ഉള്ളതിൽ ആകെ 6 പേരെ മാത്രമേ തനിക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും ജിൻവു വിചാരിച്ചാൽ ആന്റ് ക്വീനെ ഈസിയായി ഇല്ലാതെയാക്കാൻ പറ്റുമെന്നും. ഈ പ്ലാനിനെ കുറിച്ച് ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജിൻവു മെയ്സിലും 100ാമത്തെ ഫ്ലോറിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് ഡീമൺ കിങ് ബറാമിനെയും അയാളുടെ വൈനറിനെയും കണ്ടുമുട്ടിയ ജിൻവു അയാളുടെ ഭയാനകമായ ഔറ സെൻസ് ചെയ്തിരുന്നു. ബറാം തന്റെ ഡീമൺ ആർമിയെ പുറത്തെടുത്തപ്പോൾ ജിൻവു ഡൊമൈൻ ഓഫ് ദി മൊണാർക്ക് ആക്ടിവേറ്റ് ചെയ്ത് തന്റെ ആർമിയും പുറത്തെടുത്തു. ശേഷം ഡീമൺ ആർമിയും ഷാഡോ ആർമിയും ഏറ്റുമുട്ടിയപ്പോൾ ജിൻവു നേരെ ഡീമൺ കിങ്ങിനെ ആക്രമിച്ചു. പക്ഷേ ജിൻവു വിചാരിച്ചതിനേക്കാൾ ശക്തനായിരുന്നു ബറാം. ശേഷം തസ്കിന്റെ സഹായത്തോടെ വൈനറിനെ വീഴ്ത്തിയ ജിൻവു വീണ്ടും ബറാമുമായിട്ട് ഏറ്റുമുട്ടി. എന്നാൽ ബറാം തസ്കിനെയും അയണിനെയും ഇഗ്രിസിനെയും കീഴ്പ്പെടുത്തി ജിൻവുവിന്റെ മുന്നിലെത്തി അവനെ ആക്രമിക്കാൻ നോക്കിയെങ്കിലും അവസാന നിമിഷം ഇഗ്രിസ് ബറാമിന്റെ കയ്യിൽ കുത്തിയത് കൊണ്ട് ജിൻവു രക്ഷപ്പെട്ടു. എന്നാൽ ലൈറ്റ്നിങ് മാജിക് വെച്ച് വീണ്ടും പഴയതുപോലെ ആയ ബറാം വീണ്ടും ജിൻവുവുമായിട്ട് ഫുൾ പവറിൽ ഏറ്റുമുട്ടി അവനെ കൊല്ലുന്ന വക്കിലെത്തി. ഈ സമയത്ത് ഒരു കത്തിയേറിന് എയ്സിൽ അവന്റെ ശ്രദ്ധ തന്നിലേക്കാക്കിയപ്പോൾ ഈ ഗ്യാപ്പിൽ ജിൻവു അവനിൽ ഡോമിനേറ്റേഴ്സ് ടച്ച് വെച്ച് അവനെ ഇടിച്ച് കീഴ്പ്പെടുത്തി. ശേഷം ജിൻവു എയ്സിലിനെ നോക്കിയിട്ട് പോയി നിന്റെ അച്ഛനോട് റാബർ ക്ലാനാണ് ഇപ്പോൾ ഒന്നാമതെന്ന് പറയാൻ പറഞ്ഞു. ബറാമിനെ കീഴ്പ്പെടുത്തിയപ്പോൾ കിട്ടിയ ഡീമൺ മൊണാർക്ക് റിംഗും കൂടി ആയപ്പോൾ ജിൻവുവിന്റെ ഐറ്റം സെറ്റ് കംപ്ലീറ്റ് ആയി. അതിന്റെ ഒപ്പം പ്യൂരിഫൈഡ് ഡീമൺ ബ്ലഡും കിട്ടിയതോടെ ഹോളി വാട്ടർ ഓഫ് ലൈഫ് അവൻ ക്രാഫ്റ്റ് ചെയ്തെടുത്തു. ഇനി തന്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ജിൻവു നേരത്തെ കണ്ട വൈനറിനെയും തന്റെ ആർമിയാക്കി അതിന് കേസിൽ നിന്ന് പേരിട്ടു. ശേഷം ഷാഡോ എക്സ്ചേഞ്ച് എന്ന പുതിയ സ്കില്ല് കിട്ടിയപ്പോൾ അത് വെച്ച് തന്റെ സോൾജേഴ്സ് ഉള്ള ഓരോ ലൊക്കേഷനിലേക്ക് തനിക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ജിൻവു എയ്സിലിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ടെലിപ്പോർട്ട് ചെയ്ത് തന്റെ അപ്പാർട്ട്മെന്റ് അടുത്തെത്തി. ശേഷം ജിൻവു കൈസലിന്റെ പുറത്ത് കയറി സിറ്റിക്ക് മുകളിലൂടെ പറന്നു പോകുമ്പോൾ അങ്ങ് ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ ആന്റ് മോൺസ്റ്റേഴ്സിനെ കുറിച്ച് ഗൻഹിയും വൂജിൻ ചുള്ളും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന ഇവരും സിറ്റിയിൽ മറ്റിടത്തുണ്ടായിരുന്ന യോൻഹോയും മിൻബയോങ്ങും ഈ വൈനറിന്റെ പ്രസൻസ് മനസ്സിലാക്കി. എന്നാൽ ഇവർ ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാതെ വീണ്ടും ഹണ്ടർ സർട്ടിഫിക്കേഷൻ എക്സാമിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു തുടർന്നു. ഈ സമയത്ത് അങ്ങ് ഹോസ്പിറ്റലിൽ തന്റെ അമ്മയുടെ അടുത്തെത്തിയ ജിൻവു ഈ ഹോളി വാട്ടർ ഓഫ് ലൈഫിന് തന്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സംശയിച്ച് അത് തന്റെ അമ്മയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് കഴിച്ചതോടെ അവന്റെ അമ്മ ആ ഉറക്കത്തിൽ നിന്ന് എണീച്ചു വരുന്നതും ഇത് കണ്ട ജിൻവു സന്തോഷത്തിൽ തന്റെ അമ്മയുടെ കൈ പിടിച്ച് കരയുന്നതും കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് എറ്റേണൽ സ്ലംബറിലായിരുന്ന ഒരു പേഷ്യന്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റു എന്ന വാർത്ത ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നതാണ്. ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കാത്ത ഡോക്ടർ ഈ വിവരം ലോകത്തിനെ അറിയിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചെങ്കിലും ആ പേഷ്യന്റ് ജിൻവുവിന്റെ അമ്മയാണെന്ന് അറിഞ്ഞതോടെ എത്രയും പെട്ടെന്ന് അവർക്ക് ഡിസ്ചാർജ് കൊടുക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ലോകത്തിലെ ഏറ്റവും ശക്തനാവാൻ നടത്തിയ യാത്രയിൽ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്നും അകന്നു പോവുകയാണോ എന്ന് ജിൻവു സ്വയം സംശയിക്കുന്നതും കാണിക്കുന്നുണ്ട്. ശേഷം ഇന്നലെ രാത്രി താൻ സിറ്റിക്ക് മുകളിലൂടെ പറഞ്ഞത് ന്യൂസായി എന്ന് ജിൻവു ഫോണിൽ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവന് ഗൻഹിയുടെ കോൾ വന്നു. അയാൾ സംസാരിക്കുന്നത് കൈസനെ കുറിച്ചല്ല എന്ന് മനസ്സിലാക്കിയ ജിൻവു അയാളെ കാണാൻ വേണ്ടി ഹെഡ് ഓഫീസിലെത്തി. അവിടെ എത്തിയപ്പോൾ ആന്റ് മോൺസ്റ്റേഴ്സിനെ ഇവർ 4 ദിവസത്തിന് ശേഷം ജേജു ഐലൻഡിൽ വെച്ച് ആക്രമിക്കാൻ പോവുകയാണെന്ന കാര്യം ജിൻവുവിനെ അറിയിച്ചു. അവന് വരാൻ താല്പര്യമുണ്ടോ എന്ന് ഗൻഹി ചോദിച്ചു. ജിൻവു തന്റെ അമ്മയെ കുറിച്ച് ഓർത്ത് അതിൽ നിന്നും പിന്മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചെങ്കിലും അടുത്തൊരു പവർഫുൾ മാന പ്രസൻസ് സെൻസ് ചെയ്ത് ഗൻഹിക്കൊപ്പം അവൻ അവിടേക്ക് പോയി. ഇവർ ചെന്നെത്തിയത് എസ് റാങ്കേഴ്സിന്റെ ട്രെയിനിങ് ഏരിയയിലാണ്. അവിടെ ഡോങ് വൂക്ക്, ചോയ് ജോങ്, യോൻഹോ തുടങ്ങിയ എസ് റാങ്കേഴ്സും അതുപോലെ ഇപ്പായി ഇസാവ, മാരി ഇഷിഡ, കെൻ ടനാക്ക, മിനാറോ ഓഷിനോ, ആറ്റ്സുഷി കുമമോട്ടോ, കാനെ കട്ടാവ, താറ്റ്സുമി ഫുജിഷിമ, കായി അക്കാരി ഷിമിറ്റ്സു, കോട്ടോ റിയൂജി അടക്കമുള്ള ജപ്പാൻ എസ് റാങ്കേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ഇവർ എല്ലാവരും 4 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന മിഷനു വേണ്ടി ട്രെയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത് കാണിക്കുന്നിടത്താണ് ചാപ്റ്റർ 90 അവസാനിച്ചത്.
സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ ചാപ്റ്റർ 81 തൊട്ട് 90 വരെയുള്ള കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 80 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാനുവൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് ലിങ്ക് എന്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സിലും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ ഇതിലൊക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ മാനുവയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു ഇഷ്യൂമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് മീ ഫോളോ ലോക്കി സൈനിങ് ഔട്ട്.